രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തില്ലോ എന്ന് ഓർത്തത്. അപ്പോൾ എല്ലാം വെറുതെ ഒന്ന് കാണിച്ചു തരാം. പുട്ടുണ്ട്, പിന്നെ ഉഴുന്നുവട, ഉണ്ടയാണ് കേട്ടോ. ആ ഉണ്ടയുടെ ഉള്ളിൽ നമ്മുടെയൊക്കെ നാട്ടിൽ മധുരമല്ലേ വെക്കുന്നത്, ഇതിൽ ചമ്മന്തിയാട്ടോ എരിവുള്ള വെച്ചേക്കുന്നത്. പിന്നെ പയറുകറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കഴിച്ചു. കുട്ടീസൊക്കെ കൂടി അവിടെ വർത്താനം പറഞ്ഞും കഴിച്ചു ഒക്കെ ഇരിക്കുവാണ്. തലശ്ശേരി വന്നിട്ട് നമുക്ക് തലശ്ശേരി ദം ബിരിയാണി കഴിക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. ആദ്യം ആ പാത്രത്തിലിട്ട് എണ്ണയും നെയ്യും ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ഇട്ട് തക്കാളി ഇട്ടൊന്ന് വാടാൻ വെക്കണം കേട്ടോ. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പും ഇട്ട് പുരട്ടി വെച്ചേക്കണെയാണ്. അത് മസാലയുടെ ആ ഗ്രേവി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണേ. അത് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി, മല്ലിയില, വെളുത്തുള്ളി എല്ലാം ചതച്ചത് കുറച്ചിട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുവാണ്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ദം അടിക്കുമ്പോൾ ഇടാനുള്ള സവാളയും കശുവണ്ടിയും കിസ്മസും ഒക്കെ വറുത്തെടുത്തു. കുഞ്ഞാറ്റെ അവരും എല്ലാവരും കൂടി ഇരുന്ന് ചീട്ട് കളിക്കുവാണ്. ശബരി കാർട്ടൂൺ കാണുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായെന്ന്. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി. ഇനിയാണ് അതിലേക്ക് മസാല ചേർക്കുന്നത്. അതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നു. മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇനി അതിനെ നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കുറച്ചധികം അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അരമുറി നാരങ്ങയും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനെ മൂടി വെച്ചിട്ട് അധികം തീയില്ല, ചെറിയ തീയിൽ അടുപ്പിലിരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ റൈസ് നമ്മൾ നേരത്തെ വേവിച്ചു. ഇനി ദം അടിക്കുവാണ് കേട്ടോ. ആ ചിക്കനിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മേളിൽ കനൽ കോരി വെച്ച് ദം അടിക്കുവാണ്. അപ്പോഴത്തേക്കും നമുക്ക് സാലഡ് ഉണ്ടാക്കാം. സാലഡ് കുക്കുംബറും ക്യാരറ്റും ഒക്കെ വെച്ച് സാലഡ് ഉണ്ടാക്കുവാണ്. പിന്നെ അപ്പോഴത്തേക്കും കുഞ്ഞാറ്റയും ധ്രുവയും കൂടി ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചു. അങ്ങനെ സാലഡ് റെഡിയായി. പിന്നെ പുതിന ചമ്മന്തി ഉണ്ടാക്കി. ദം അടിക്കാൻ വെച്ച ബിരിയാണി റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം. ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിലുള്ള റൈസിനെല്ലാം പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി ലാസ്റ്റ് മസാലയും ചിക്കനുമാണ് ഇരിക്കുന്നത്. ഇനി അത് നമ്മൾ വിളമ്പുമ്പോൾ സെറ്റ് ചെയ്ത് വിളമ്പും കേട്ടോ. അങ്ങനെ സൂപ്പർ ടേസ്റ്റി തലശ്ശേരി ദം ബിരിയാണി എല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.